ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. മറ്റുള്ളവരിൽ നന്മ കാണാനുള്ള മനസ്സുള്ളവർ സദാ പ്രസന്നരായിരിക്കും. അങ്ങനെയുള്ളവർ ഒന്നും തേടിപ്പോകേണ്ട ആവശ്യമില്ല. ദൈവം അവർക്കുള്ളതെല്ലാം സ്വയം എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. സന്തോഷമെന്നത് അവരുടെ സഹജമായ സ്വഭാവമായിരിക്കും. നന്മയുള്ളവർക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും സാധിക്കും. സജ്ജനങ്ങൾക്ക് എന്നും സത്പ്രവൃത്തി എന്നത് അവരുടെ ആലങ്കാരികത തന്നെയായിരിക്കും. മനസ്സ് നിറയെ നന്മയുള്ളവർക്ക് വാക്കിലും പ്രവൃത്തിയിലും അവർ നന്മ വിതറിക്കൊണ്ടേയിരിക്കും. നന്മയുള്ളവരായി തീരാൻ ചുറ്റുമുള്ളതിൽ നന്മ മാത്രം കാണുകയും നന്മ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ മതിയാകും. നമ്മളെപ്പോഴും ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാൻ ശ്രമിച്ചാൽ ഉടമയായാൽ മതിയാകും. അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. നന്മയുള്ളവരാണെങ്കിൽ അത് മനസ്സിലാക്കിക്കൊള്ളും. എല്ലാവർക്കും കരയുവാനോ കരയിപ്പിക്കുവാനോ സാധ്യമാവുകയില്ല. നന്മയുള്ള മനസ്സിന് മാത്രമേ കരയാൻ സാധിക്കൂ. അതുപോലെ കഠിന ഹൃദയമുള്ളവർക്ക് ആ ഒരു കരച്ചിൽ കണ്ടില്ലെന്ന് നടിക്കുവാനും സാധിക്കൂ. നമ്മൾ മനുഷ്യരുടെ സ്വഭാവം എന്തിലും ഏതിലും എപ്പോഴും കുറ്റവും കുറവും കണ്ടുപിടിക്കുവാനുള്ള ആ ഒരു ശ്രമവും അത് പരസ്യപ്പെടുത്തുവാനുള്ളതായ ആ ഒരവസ്ഥയുമാണ്. അത് നമ്മുടെ അടിസ്ഥാന സ്വഭാവമായി മാറിയിരിക്കുന്നു. ഈ ഒരു സ്വഭാവം കൊണ്ട് അസ്വസ്ഥമാകുന്നത് നമ്മുടെ തന്നെ മനസ്സാണ് എന്ന് നാം ശ്രദ്ധിക്കുകയും അറിയുകയും ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എവിടെയും നന്മ മാത്രം കാണാൻ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിന് നമുക്ക് ചുറ്റുമുള്ളവരെ, നമുക്ക് ഇഷ്ടമില്ലാത്തവരെ, നമ്മെ അകറ്റി നിർത്തുന്നവരെ, ദ്രോഹിക്കുന്നവരെ, വെറുക്കുന്നവരെ വെറുക്കാതിരിക്കാൻ നമുക്ക് കഴിയണം. എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും ഏതെങ്കിലും തരത്തിലുള്ള നന്മകൾ അതിലുണ്ട് എന്നും അത് നമ്മുടെ ഗുണപാഠമാണ് എന്നും നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും നന്മയുള്ള മനസ്സിൻ്റെ ഉടമയാകും.